ഞാൻ ഹസ്മോനെ പള്ളി കൊണ്ടുപോകുന്ന വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് ആണ്. പക്ഷെ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ചയല്ലേ പള്ളി കൊണ്ടുപോകല്, അങ്ങനെ കുറേ ഡൗട്ടും കുറേ മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവനെ പള്ളിയിലൊക്കെ കൊണ്ടുപോയത് അന്ന് തന്നെയല്ല നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ സുന്നിയാണോ അല്ലെങ്കിൽ മുജാഹിദാണോ, റിപ്ലൈ താത്താന്ന് ആരൊക്കെയോ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീട്ടുകാർ സുന്നിയാണ്, ഇവിടെ ഉപ്പയും ഉമ്മയൊക്കെ മുജാഹിദാണ്, അങ്ങനെ മിക്സ്ഡ് ആണ്. അങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ രീതിക്കൊന്നും ഒരു തടസ്സമില്ല, എൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് നിൽക്കുന്ന ഫാമിലിയാണ്. ഇനി മുജാഹിദിൻ്റെ രീതിയിൽ തന്നെ നടക്കണമെന്നോ അല്ലെങ്കിൽ സുന്നിയുടെ രീതിയിൽ നടക്കണമെന്നോ അങ്ങനത്തെ ഒരു ഇതുമില്ല. എനിക്ക് എൻ്റെ ഭക്തിയോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകാം. ഇവിടെ അപ്പോൾ ഇന്ന് മോർണിംഗ് റൂട്ടീനും അതുപോലെ തന്നെ ഫസ്റ്റ് ആയിട്ട് സ്കൂളിൽ പോകുന്ന ദിവസം അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ. അപ്പം ഞാൻ മോർണിംഗിന് ഇളം ചൂടുവെള്ളത്തിൽ ഇതാ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് കുടിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ നല്ല വെയിറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. ഡയറ്റിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് ഫോളോ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ, അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെറുതായിട്ട് ഡയറ്റിങ്ങും അതുപോലെ നല്ല വർക്കൗട്ടും ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഹസുവിന് മോർണിംഗ് എന്നതാ ഇഡ്ഡലി മാവ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം ചില ദിവസം അവന് പെട്ടെന്ന് പറയും എനിക്ക് ഇന്ന് ഇഡ്ഡലി മതിയെന്ന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഹസുവിന് സ്കൂളിൽ പോകണം അന്ന് ഇഡ്ഡലി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം ഇക്ക മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു ഇഡ്ഡലിയുടെ മാവ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇഡ്ഡലീൻ്റെ ഉണ്ട്, ദോശേൻ്റെ ഉണ്ട്, പലതും ഉണ്ട്. അപ്പോൾ 1 കിലോൻ്റെ പാക്കറ്റാണ് വരുന്നത്. നമുക്കൊന്നും ചെയ്യാനില്ല കേട്ടോ. ജസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതാ മാവ് ജസ്റ്റ് ദോശയാണെങ്കിൽ ദോശ ചൂടുക, ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി ചൂടുക, അങ്ങനെയുള്ളൂ കേട്ടോ. അത്രയും സിമ്പിളാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സംഭവം കേട്ടോ. അപ്പോൾ ഞാനിതാ ഹസുമോന് വേണ്ടിയിട്ട് 2 തട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഞാൻ ഡയറ്റിങ് ആയതുകൊണ്ട് ഞാനിതാ ഒരു ഓട്സ് ഓംപ്ലേറ്റ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ തക്കാളി അതുപോലെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കോ അങ്ങനെ വേറെ എന്തെങ്കിലും വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിതാ ഓട്സ് നല്ല രീതിയിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്, കാരണം നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ മോർണിംഗ് റൂട്ടീനും ഹെൽത്തി റൂട്ടീനൊക്കെ കാണിക്കുകയാണ്. അപ്പം ഞാനിതാ നാടൻ കോഴിമുട്ട 2 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോർമലി എടുക്കുക, അവിടെ നാടൻ കോഴിമുട്ട ഉള്ളതുകൊണ്ട് ഞാനത് എടുത്തതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പാലും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ അല്പം പാലും ആഡ് ചെയ്തിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മളിതാ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പൊടിയായിട്ട് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും, ഞാനിതിലേക്ക് കുരുമുളക് പൊടി അതുപോലെ തന്നെ ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറൊരു സംഭവം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. വെയിറ്റ് കുറക്കാനും ഡയറ്റിങ്ങിനൊക്കെ അടിപൊളിയാണ്, ഹെൽത്തി ആയിട്ട് ഇരിക്കുക അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് ഫുഡിൻ്റെ കൂടെ ചേർക്കാം അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ കലക്കാം. പക്ഷെ ഞാനിത് വറുത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഫ്ലാക്സ് സീഡ് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പം ഞാനിപ്പോൾ ഇത് ഫുഡിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ചിലപ്പം ചില ആളുകൾക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമാവില്ല, പക്ഷെ ഞാനിപ്പോൾ ഫുഡിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ഒക്കെ വെള്ളത്തിൻ്റെ കൂടെയൊക്കെ കുടിക്കുക കേട്ടോ. അപ്പം ഞാനിതാ ഫുഡിലാണ് ഇൻക്ലൂഡ് ചെയ്യല്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഓട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓട്സ് ആവരുത് കേട്ടോ, അപ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ ആയി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ വറുത്തതെല്ലാം ഇട്ട് കൊടുത്തിട്ടില്ല, ആവശ്യത്തിന് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് ഒരുപാട് നല്ല തിക്കായിട്ടുള്ള ബാറ്ററിൻ്റെ ആവശ്യമില്ല, നമുക്കിത് ഓംലേറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കണമല്ലേ. അപ്പം ഞാനിതാ ജസ്റ്റ് ഇത് ആവശ്യത്തിനുള്ള മാത്രം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഒരു രക്ഷയില്ലാത്ത നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനോ അതുപോലെ തന്നെ ഡയറ്റിങ് മാത്രമല്ല ഉള്ളവർക്ക് മാത്രമല്ല നോർമലി ആളുകൾക്കും കഴിക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക, ഒരു പ്രാവശ്യം ഉണ്ടാക്കി നിങ്ങൾ വീണ്ടും ഉണ്ടാക്കി കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ഇനി ഓട്സ് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ആക്കി കഴിക്കാം കേട്ടോ. പിന്നെ ഞാനിത് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തടവി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. കുറച്ച് ഇതുപോലെയാണ്. നിങ്ങൾ നല്ല ഫ്ലെയിം ഓഫ് ചെയ്യരുത്, കുറച്ചൊരു തീയിൽ ഇങ്ങനെ മൂടി വെക്കാതെ വേവിച്ചെടുക്കണം കേട്ടോ. ചില ആൾക്കാർ പെട്ടെന്ന് മറിച്ചിടാൻ പാടില്ല, സ്ലോലി കുറച്ച് നെരിഞ്ഞതിന് ശേഷമാണ് തിരിച്ചിടാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓട്ടട ഉണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ ഹസുവിന് മാത്രമേ ഞാൻ ഇഡ്ഡലി ചുട്ടിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട ഉണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ ഓട്ടട നല്ല ടേസ്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് 3 റെസിപ്പിയാന്ന് പറയാം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഒന്ന് എൻ്റെത്, ഒന്ന് ഹസുവിൻ്റെത്, ഒന്ന് ഇതോ. അങ്ങനെ ടോട്ടലി കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് മറിച്ചിടാൻ പാടില്ല, അടി ഒരു ഇതായതിനു ശേഷം മാത്രം തിരിച്ചിടുക. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ 2 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ഒന്ന് ഇക്കാക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതാണ് എൻ്റെ രാവിലത്തെ ഫുഡ്.
അപ്പോൾ ഇതാ ഞാനിന്ന് ഹസുമോൻ്റെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അവൻ്റെ ബുക്കും അതുപോലെ തന്നെ യൂണിഫോമൊക്കെ വാങ്ങുന്ന ദിവസം ഇന്നാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂൾ വരുന്നത് നമ്മൾ കൊണ്ടോട്ടി ഏകദേശം അടുത്ത നമ്മൾ എക്കാപറമ്പാണ്, മർക്കസുലൂമാണ്. അപ്പോൾ ഇനി ഓന് ഇപ്രാവശ്യം ഇനി UKGയിലേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബുക്കും അവൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ട ഒരു മീറ്റിംഗ് ഇന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഹസുവിന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാനിത് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പം ഞാനിത് സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇത് അവൻ്റെ മെയിൻ സ്കൂളാണ്. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസ് റൂമുള്ള ഇതാണ്. അവൻ്റെ ബേസ് 1ഉം ബേസ് 2 ഒക്കെ തൊട്ട് കുറച്ച് അപ്പുറത്താണ് വരുന്നത്. പക്ഷേ ഇത് മെയിൻ സ്കൂളിൽ വെച്ചിട്ടാണ് മീറ്റിങ്ങും യൂണിഫോം കളക്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ സ്കൂൾ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഇതെല്ലാം പോയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്താണ് കേട്ടോ. പിന്നെ അതാ നമ്മൾ എല്ലാം അവൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഇവിടെ മോർണിംഗ് ആയപ്പം ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവന് കൊണ്ടുപോകാനുള്ള ഐറ്റംസൊക്കെയാണ്. പിന്നെ നമ്മളിതാ ബുക്കൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. 2-3 ബുക്ക് പൊതിയാനുണ്ടായിരുന്നു. അപ്പോൾ അതിക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തരാം, ഡയറൊക്കെ ഫില്ല് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് മോർണിംഗിന് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ ഹസുമോന് കുറേ ദിവസത്തിന് ശേഷമുള്ള സ്കൂളിൽ പോവുകയാണ്. അതും അവൻ്റെ പ്രവേശനോത്സവത്തിൻ്റെ അന്നൊന്നും അവന് പോകാൻ പറ്റിയില്ല. ഇപ്രാവശ്യം 5ാം തീയതി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് 2 ദിവസം വൈകിയതിന് ശേഷമാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ ട്രെൻഡിങ് ആണല്ലോ അല്ലേ, കുട്ടികളെ ഫോട്ടോ വെച്ചിട്ടും നെയിം വെച്ചിട്ടുള്ള നെസ്ലിപ്പ്. അപ്പോൾ ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്ത സംഭവം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ സേവ് ദ ഡേറ്റ് വീഡിയോ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിത് ഇതിൻ്റെ ഡീറ്റെയിലും പ്രിൻറ്റിങ്ങും കട്ടിങ്ങും ഒക്കെ അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പം ഞാനിത് ഹസുമോൻ്റെ ഇക്കയാണ് കേട്ടോ ബുക്കൊക്കെ പൊതിഞ്ഞിട്ടുള്ളതും നെസ്ലിപ്പിൽ പേര് ചെയ്ത് സെറ്റാക്കുന്നത്. അപ്പോൾ അത് ഇക്ക എല്ലാം എഴുതുമ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. കാരണം ഹസുവിന് ഇക്കാക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ പൊതിഞ്ഞ് ഞാനൊക്കെ സെറ്റാക്കി തരാറുണ്ട്. ഇക്കന്നെ രാവിലെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നെസ്ലിപ്പ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഹസുവിൻ്റെ ഫോട്ടോയും പേരും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാ പിന്നെ മോർണിംഗ് ആയപ്പം ഇന്ന് അവന് 2 നോട്ട്ബുക്കും 1 ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ ഡയറി മാത്രമാണ് സ്കൂളിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് സ്കൂൾ ഓപ്പൺ ചെയ്തിട്ട് 5ാം തീയതി ആയിരുന്നു. പക്ഷേ 5ാം തീയതി അവന് പോകാൻ പറ്റിയിട്ടില്ല. 2 ദിവസം 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൊണ്ടുപോക്കുകയാണ്. കാരണം സ്കൂൾ ബസ്സിൽ പോയാൽ അവന് ഒരു ഐഡിയ ഉണ്ടാവില്ല. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പോയിട്ടില്ല. പിന്നെ ഇതാ ഇന്നും നാളെയും ഒരു 12 മണി വരെ ക്ലാസ് ഉള്ളൂ. കാരണം അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്നാക്സ് മാത്രം ആക്കി കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഈത്തപ്പഴവും അതുപോലെ തന്നെ ബിസ്ക്കറ്റാണ് ആക്കി കൊടുത്തത്. ഈത്തപ്പഴം ആൾക്ക് ഇഷ്ടമല്ല, എങ്ങനെയെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. കാരണം കുട്ടികളെ കൂട്ടത്തിലാകുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത സംഭവം കഴിക്കുമല്ലോ. അങ്ങനെ ഞാനിതാക്കണം. അപ്പോൾ രാവിലെ തന്നെ പെരുമായിട്ട് സ്കൂൾ ബസ്സൊക്കെ പോയിട്ടുണ്ടാവും. ഞാൻ അവനെ ലേറ്റായിട്ട് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ ചോരാൻ വേണ്ടിയിട്ട് കുറേ നേരം നിന്നിട്ട്. അപ്പോൾ ഹസുമ ഫസ്റ്റായിട്ട് സ്കൂളിൽ പോണ ദിവസം തന്നെ നല്ല മഴയുണ്ട്, നല്ല അടിപൊളി കാലാവസ്ഥ തന്നെ ആയിരുന്നു കേട്ടോ. ചെയ്തിട്ടുണ്ടല്ലേ ഹസുവ? നല്ല മഴ ഉണ്ട് കേട്ടോ. കുറേ ദിവസമായി മഴയൊക്കെ കിട്ടിയിട്ട് നല്ല മഴ കേട്ടോ. അപ്പോൾ അത്രയും നല്ല മഴയാണ്. ഇനി ഇത് ഒക്കെ ചോർന്നിട്ട് തോണിയൊക്കെ ഉണ്ടാക്കി ഇട്ടോൻ. അപ്പോൾ ഇതാ തോണി പപ്പനോട് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇതാ ഇട്ടിട്ടുണ്ട്. ഇനി മഴ ചോർന്നിട്ട് വേണം കുഞ്ഞുവിനെ കൊണ്ടാൻ വേണ്ടിയിട്ട്. പപ്പ ഒന്ന് പോവാട്ടോ, ഫസ്റ്റായിട്ട് സ്കൂളിൽ പോവാണ്. പുതിയ ഡ്രസ്സ് ഇട്ട് ഓന് പിന്നെന്താ അപ്പം മഴ ഏകദേശം അവിടെ ചോർന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാ അവന് ജസ്റ്റ് ഒരു പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി കൊണ്ടുപോവാണ്. അപ്പോൾ ആൾക്ക് പുതിയ യൂണിഫോമൊക്കെ ഇതന്നെ ആയിരുന്നു അവരുടെ ബേസ് 1ലെ യൂണിഫോമും. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് വലിയ യൂണിഫോം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവനിപ്പോൾ ഇത് കൂടെയല്ലേ. അപ്പം അതിന് ശേഷം ഞാൻ മുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കിയതിന് ശേഷം അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ബൈക്കിലാണ് കൊണ്ടാക്കുന്നത്. പക്ഷെ വരുമ്പോൾ അവർ സ്കൂൾ ബസ്സിൽ വന്നോളൂ. കാരണം അവനൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിന്ന് കൊണ്ടാക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു പ്രവേശനോത്സവത്തിന് അന്നൊന്നും പോകാനും പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ പുതിയ മിസ്സാണ്, പുതിയ ക്ലാസ് റൂമാണ്, പുതിയ കുട്ടികളാണ്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ആൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അത് വിചാരിച്ചിട്ട് ഞാൻ തന്നെ കൊണ്ടാക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ പോവുകയാണ്. കാരണം അവൻ്റെ ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ
കൂടെ പഠിച്ച ആളുകൾ ഇപ്പോൾ ഉണ്ടാവുമോ എന്നൊന്നും ആ ഒരു ഐഡിയ ഇല്ല. പിന്നെ അവൻ ഇതുവരെ ഉണ്ടായിരുന്ന മിസ്സല്ല, ഇപ്പോൾ പുതിയൊരു മിസ്സുമാണ്. അപ്പോൾ ആ ഒരു മിസ്സിനെ എനിക്ക് പരിചയമില്ല. അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ഞാനിതാ അവനെ കൊണ്ടുപോകാൻ കുറേ ദിവസം വീട്ടിലിരുന്ന് അവനെ നോക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് പോകുമ്പോൾ എന്തായാലും ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. കാരണം അവനിങ്ങനെ പൊട്ടിത്തെറിയാണെങ്കിൽ കൂടി നമ്മളെ അടുത്ത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ഇതാണല്ലോ. അപ്പം ഞാനിതാ ഒരു ഡ്രസ്സും ബാഗൊക്കെ സെറ്റാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം മഴ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ പെയ്യുമോയെന്നൊന്നും അറിയില്ല, കാരണം കോട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം മഴ പെട്ടെന്ന് പെയ്യും. എന്തായാലും അൽഹംദുലില്ലാ മഴയൊക്കെ ഉണ്ട്. നമ്മൾ കുറേ ദിവസമായി മഴയൊന്നും ഇല്ലാതെ വെള്ളത്തിന് ക്ഷാമമൊക്കെയാണ് എല്ലായിടത്തും അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഹസുമോനെ കൊണ്ടാക്കുന്നത് അവൻ്റെ അപ്പം ഞാൻ ഇന്ന് ഹസുമോനെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അവന് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത ദിവസം എന്തായാലും പോകാൻ പറ്റിയിട്ടില്ല, അവന് ഓക്കെ ആകത്തോണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 3 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സ്കൂളിൽ കൊണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ക്ലാസ്സും പുതിയ ടീച്ചേഴ്സും കുട്ടികളൊക്കെ ആയതുകൊണ്ട് അവന് ഒരു ബസ്സിൽ വിടുന്നില്ല. ഞാനിന്ന് കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് രാവിലെ നോക്കിയാൽ ഭയങ്കര മഴ കേട്ടോ. അപ്പോൾ ബസ് ഒക്കെ വിട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഹസുവിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടത്. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടാക്കുന്ന വീഡിയോസൊക്കെയാണ് ഇന്ന്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ ഞാൻ ഹസൂട്ടിയുടെ പോവാണ് കേട്ടോ ബൈക്കിൻ്റെ. അങ്ങനെ അതാ സൈഡ് ഇത് ഇതിലോട്ടുണ്ടോ നന്മേ പോ സ്കൂളിൽ പോവാന്നേ അതാക്കിയാട്ട് ഇനി പൊക്കോളിട്ടോ വേണ്ട തലമില്ലോ ഇനി പൊക്കോളിട്ടോ സ്കൂളിൽ പോയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടെന്ന് ഇന്ന് ഹസുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ഇന്ന് ഹസുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ഹസുമോന് സ്കൂളിൽ പോയിട്ട് ഏറ്റവും സങ്കടമായിട്ട് ഇരിക്കുന്നത് ഉമ്മ തന്നെയായിട്ട്. കാരണം ഉമ്മാൻ്റെ കൂടെ എപ്പോഴും ഭയങ്കര അവർ രണ്ടുപേരും ഭയങ്കര രസമാട്ടോ. ഹസുമോന് കളിക്കനുസരിച്ച് ഉമ്മയും അവൻ്റെ കൂടെ കളിക്കുന്ന ആളാണ്. ഇത്രയും ദിവസം വീട്ടിലിരുന്നിട്ട് എങ്ങോട്ടും വിടാതെ നിന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പോകാനായിട്ട് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. എൻ്റെ ഹസുമോൻ എന്തായിരിക്കും അവന് അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ എന്തായാലും ഉച്ചയ്ക്ക് വരും പറഞ്ഞപ്പോൾ കുറേ സമാധാനമുണ്ട്. പിന്നെ ഇന്നൊരു പണി നീളം പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്ന് ഉമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിതാ സ്കൂളിൽ പോകണം. ഞാനും അവൻ്റെ കൂടെ പഠിക്കാൻ പോകട്ടോ. ലസോ മെച്ചി പഠിക്കാൻ വന്നാലോ? പറ്റുമോ? പറ്റുമോ? അപ്പോൾ അത് ഞാനും ഹസൂനും കൊണ്ട് സ്കൂളിലെത്തിയപ്പോൾ സ്കൂൾ ബസ്സൊന്നും വന്നിട്ടില്ല കേട്ടോ. മെയിൻ സ്കൂളാണ് അവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാര്യമായിട്ട് ആരുമില്ല, ബസ് വരുന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ബസ്സിലാണ് അവിടുത്തെ കുട്ടികളൊക്കെ കൊണ്ടുവരൽ. വലിയ സ്കൂളിൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ അവിടെ ഇറക്കിയതിന് ശേഷം ഇതാ ചെറിയ സ്കൂളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഹസുമോന് ചെറുതായിട്ട് സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം കുറേ ദിവസമായിട്ടും വേറെ ടീച്ചേഴ്സും വേറെ കുട്ടികളാണെന്നൊക്കെ പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ആക്കിയിട്ട് മിസ്സിനെ ഏൽപ്പിച്ചിട്ട് പോരാന്ന് വിചാരിച്ചിട്ട് മിസ്സിനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അയ്യോ എൻ്റെ പഴയ ഫ്രണ്ട്സ് ഈ ഏതിലാ? ബീല, അവനെ ഏല, സീല. എന്നാ ഇതിലാരി പഴയ കുട്ടികളുണ്ടോ? എൻ്റെ പേരില്ല. ഫാത്തിമ മിസ്. ഇതിലേതെങ്കിലും ഉണ്ടോ എൻ്റെ ആദ്യത്തെ കുട്ടികളെ? ഈ അറിയുന്ന കുട്ടികളുണ്ടോ? ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാട്ടോ. മെച്ചി ഉണ്ടാവും കേട്ടോ വീട്ടിൽ. ഉച്ചക്ക് വിടും കേട്ടൊന്ന്, നേരത്തെ വിടും ഇവിടെ വെച്ചാൽ.
എങ്ങനെ ഉണ്ടായിനി ഫസ്റ്റ് ഡേ? സൂപ്പർ ആയിനി. സങ്കടം ഉണ്ടായിനോ? പക്ഷെ പോന്നേരം ചെറുതായിട്ട് സങ്കടം ഉണ്ടായിനി തോന്നുന്നു. ഇങ്ങോട്ട് നോക്കിയാ ഉണ്ടായിനോ സ്കൂള്? അടിപൊളിയാ. പുതിയ ഫ്രണ്ട്സുകളെ കിട്ടിയോ? കൊറേ ഫ്രണ്ട്സുകളെ കിട്ടിയോ? എന്റെ ആദ്യമൊക്കെ പുതിയ ടീച്ചറോ? പക്ഷെ ഇതിലെന്താ വെച്ചിന് സ്നാക്സ് ആയിട്ട് അറിയോ? എന്താ വെച്ചിന്? ഒരു അതിന് വെള്ളം കുടിച്ചില്ലല്ലോ. വെള്ളം എന്ത് വെള്ളം? അല്ല, ഇതില് ഇമ്മച്ചി ഈത്തപ്പഴം വെച്ചിനെ കഴിച്ചോ? പിന്നെ ആരാ എനിക്ക് അവിടുന്ന് തുറന്നു? ഈത്തപ്പഴം കഴിച്ച് നാളെ ഈത്തപ്പഴം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ സ്കൂളിൽ വന്നതിന് ശേഷം ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈവനിങ് അവന് ബൂസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ രാവിലെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇറച്ചിപ്പത്തിരി ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇന്നെന്തായാലും കളർഫുള്ളായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാൻ വിട്ടുപോകരുത്. അപ്പോൾ നമ്മുടെ Q&A ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിൻ്റെ അടിയിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അടുത്തൊരു വീഡിയോ ബൈ.